എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇന്നു മുതൽ വീണ്ടും നമുക്ക് കർത്താവ് കൃപ തരട്ടെ. ചിലതൊക്കെ ചെയ്തു തുടങ്ങാൻ ദൈവം ബലം തരട്ടെ. വിജയം ആരംഭിക്കുന്നത് ചിന്തിക്കുമ്പോഴല്ല, ചിന്തകൾ നിർത്തി ചിന്തിച്ചത് പ്രവർത്തിക്കുമ്പോഴാണ്. ചിലരുണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ വ്യക്തി ഒരു പരാജയമാണ്. ചിന്തിക്കുക, പ്ലാൻ ഉണ്ടാക്കുക, ആ പ്ലാനിനെ പലതായി തിരിക്കുക, പല ചെറിയ പ്രോഗ്രാമാക്കി മാറ്റുക, എന്നിട്ട് ഏറ്റവും ചെറിയ കാര്യം ചെയ്തു തുടങ്ങുക. ഏത് കാര്യം ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ജപ്പാൻകാരുടെ ഒരു സംവിധാനമുണ്ട്, 2 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം ചെയ്യുക. നമുക്ക് ചെയ്യാൻ മടിയുള്ള പല കാര്യമുണ്ട്. ആ കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അത് ചെയ്യണം ചെയ്യണം ചെയ്യണം. എന്നാൽ അവർ പറയണത് 2 മിനിറ്റ് കൊണ്ട് ചെയ്യുക. ഇപ്പോൾ വ്യായാമം ചെയ്യണം. 1 വർഷമായിട്ട് ഡോക്ടർമാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, സുഹൃത്തുക്കൾ പറയുന്നു, കാണുന്നവരെല്ലാം പറയുന്നു, നിങ്ങളിങ്ങനെ മരുന്ന് കഴിക്കല്ലേ, നടക്കാൻ പോവും. അതിന് പല റീസണും പറഞ്ഞ് ഒഴിവാക്കി. എന്നാൽ അത് ചെയ്തു തുടങ്ങാൻ ഒറ്റ കാര്യം, നമ്മൾ ഇന്ന് അങ്ങോട്ട് തുടങ്ങുക. ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് ചെയ്യുക. അതായത് ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അതൊരു വ്യായാമമാണ്. ഇരുന്നിട്ട് നിലത്തോട്ട് അങ്ങോട്ട് ഇരിക്കുക, കൈ ഫ്രണ്ടിലോട്ട് നീട്ടി പിടിച്ചിട്ട്, 2 കൈ നീട്ടി പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ബോഡി വെച്ചിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോഡി വളയാതെ താഴോട്ടൊന്ന് ഇരിക്കുക, എഴുന്നേൽക്കുക, ഇരിക്കുക, എഴുന്നേൽക്കുക, ഇരിക്കുക, എഴുന്നേൽക്കുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം 2 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് ചെയ്യാം, മതി. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ നാം വ്യായാമം ചെയ്തു തുടങ്ങി എന്ന് രജിസ്റ്റർ ആകും. അടുത്ത ദിവസം 2 മിനിറ്റ് വേറെ എന്തെങ്കിലും ചെയ്യുക. എന്നാലൊരു വിഷയം, ഇന്ന് ചെയ്തതുപോലെ തന്നെ നാളെയും ചെയ്യണം, അത് മറ്റന്നാളും ചെയ്യണം. കൺസിസ്റ്റൻസി. 2 മിനിറ്റ് ആണെങ്കിൽ സ്ഥിരതയോടെ ചെയ്യണം. അത് നിങ്ങൾക്ക് ശീലമാകും. പിന്നീട് നിങ്ങൾ 2 മിനിറ്റ് അല്ല ചെയ്യുന്നത്, നിങ്ങൾക്കതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടാകും, നിങ്ങളുടെ ശരീരത്തിന് ഒരു ആയാസം ഉണ്ടാകും, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു സന്തോഷമുണ്ടാകും. ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നിങ്ങളിൽ വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് 2 മിനിറ്റ് അല്ല, അത് 20 മിനിറ്റും 40 മിനിറ്റും 1 മണിക്കൂറൊക്കെ ആകും. അത് തന്നെ നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിപ്പിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾ അതേ തുടർന്ന് ജിംനേഷ്യത്തിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ വെറുതെ മരുന്ന് കഴിച്ച് നടക്കേണ്ടവനല്ല. വ്യായാമം ചെയ്യുന്ന ദിവസങ്ങളിൽ ഭയങ്കര ആരോഗ്യമാണ്, എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര സന്തോഷമുണ്ടാകും. നമുക്ക് തന്നെ നമ്മിൽ തന്നെ ഞാൻ ആരൊക്കെയാണെന്നുള്ളൊരു ബലം നമുക്കുണ്ടാകും. എന്തെല്ലാം ഗുണങ്ങളാണ്. അപ്പോൾ ചെറുതായി തുടങ്ങുക, ചിന്തിച്ച് ജീവിതം കാലം കളയണ്ട. അല്ലെങ്കിലോ രോഗിയാണെന്ന് പറയും. ആൾക്കാർ ചോദിക്കും, മരുന്നും എല്ലാം കഴിക്കുന്നുണ്ടോ? ഉണ്ട്, കൊളസ്ട്രോളിനുണ്ട്, ഷുഗറിനുണ്ട്. നിങ്ങൾ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊളസ്ട്രോൾ കുറയും, ഷുഗർ കുറയും, ഉടനെ നിങ്ങൾ മരുന്ന് നിർത്തും. അപ്പോൾ നിങ്ങളുടെ അകത്തൊരു ചിന്ത വരും, ഞാൻ ആരോഗ്യമുള്ളവനായി മാറി. ആ ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങൾക്ക് അടുത്ത ഒരു 20 വർഷം കൂടി ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ബലം കിട്ടുകയാണ്, ആയുസ് കൂടുകയാണ്. അല്ലെങ്കിലോ ഇനിയിപ്പോൾ എന്തു നോക്കാനാ എന്ന് പറഞ്ഞ് സാധാരണ മനുഷ്യരെ പോലെ തുടരും. അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനല്ല വിജയിക്കുന്നത്, വിജയിക്കുന്നത് ചിന്ത നിർത്തി സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. അത് സ്റ്റാർട്ട് ചെയ്യുക, സ്ഥിരമായി ചെയ്യുക. എന്ത് ചെയ്താലും 10 അധ്യായം ബൈബിൾ വായിച്ചില്ലെങ്കിലും 1 അധ്യായം വായിക്കുക. 1 അധ്യായം വായിക്കാൻ 2 മിനിറ്റ് മതി. അപ്പോൾ ഒരു പുസ്തകം വായിക്കാനാണോ, നിങ്ങൾ എന്ത് ചെയ്യണം? 2 മിനിറ്റ് ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുക, ഒരു അടയാളം വെക്കുക. അത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങൾ വിജയിക്കും എല്ലാ കാര്യങ്ങളും. കർത്താവ് അതിനുള്ള ബലം തരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ അത് സംഭവിക്കട്ടെ. ഇത് പിന്നത്തേക്ക് വെക്കരുത്.
മാറ്റിവെക്കരുത്. 2 മിനിറ്റ് ഇങ്ങനെ എന്തെല്ലാം പ്രധാനപ്പെട്ടത് ചെയ്യാം. വായിക്കാം. 2 മിനിറ്റ്. ഒരിക്കലും പ്രാർത്ഥിക്കാത്തവർ 2 മിനിറ്റ് പ്രാർത്ഥിക്കും. 2 മിനിറ്റ് ബൈബിൾ വായിക്കുക. 2 മിനിറ്റ് വ്യായാമം ചെയ്യും. അടുക്കളയിൽ പോയി 2 മിനിറ്റ് ആ പാത്രം കഴുകി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചായയുടെ കപ്പും പ്ലേറ്റും 2 മിനിറ്റ് കഴുകി വെക്കുക. അത് വീട്ടിലുള്ളവരെ സഹായിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ കൊണ്ടുവരും. 2 മിനിറ്റ് ഓരോ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം 2 മിനിറ്റ്. മുടങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വീടൊന്ന് അടുക്കി വെക്കുന്നത്, സ്വന്തം റൂം, ആ മേശയിലെ കാര്യങ്ങൾ എല്ലാം 2 മിനിറ്റ്. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്ക്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് റോമാലേഖനം 7-ാം അധ്യായം തീർന്നു. 8-ാം അധ്യായത്തിലേക്ക് വരാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്താണ് അവിടെ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട്, ഏതുകൊണ്ട്? നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കില്ല, ഇച്ഛിക്കാത്ത തിന്മയുണ്ട്. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിൽ നിന്ന് വരുന്നത്. ഞാൻ ജഡമയനാണ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനൊക്കെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ഈ കാര്യത്തിൽ ജയമുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള എനിക്ക് ശിക്ഷാവിധിയില്ല. കാരണം ഞാൻ പാപം ചെയ്യുന്നില്ല. പാപചിന്ത വരുമ്പോൾ തന്നെ ഞാൻ അതിനെ കീഴ്പ്പെടുത്തുകയാണ്. അതിനുള്ള ശക്തി എനിക്കുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് ശിക്ഷയില്ല. ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറയുകയും കഴുകൽ പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കെന്തില്ല? ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ 6-7 അധ്യായങ്ങൾ വായിച്ചാലേ ഏതുകൊണ്ടാണ് എന്നുള്ള ഒരു രൂപം കിട്ടുകയുള്ളൂ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 2-ാമത്തെ വാക്യം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം യേശു ക്രിസ്തുവിലൂടെ എനിക്ക് കിട്ടിയത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമാണ്. മുമ്പുള്ളതോ ന്യായപ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ആ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. അതായത് 7-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ മരിച്ചു. യേശു ന്യായപ്രമാണത്തിൻ്റെ കീഴെ വന്നിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ന്യായപ്രമാണ പ്രകാരം യേശു സ്വതന്ത്രൻ. എന്നിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവരോ ന്യായപ്രമാണ പ്രകാരം സ്വതന്ത്രർ. യേശുവിൽ വിശ്വസിക്കാത്തവർ ന്യായപ്രമാണത്തിൻ്റെ കീഴെയാണ്. ന്യായപ്രമാണത്തിൻ്റെ കീഴെയുള്ളവർക്ക് ഒരു പാപത്തെ ജയിക്കാൻ പാടാണ്. ഇച്ഛിക്കാത്ത തിന്മയാണ് മനുഷ്യനിലുള്ളത്. അതുകൊണ്ട് നിയമങ്ങളുടെ കീഴെ നിന്നുകൊണ്ട് അതിനെ ജയിക്കാൻ നോക്കിയാൽ അത് നമ്മെ കീഴ്പ്പെടുത്തുകയും പിന്നത്തേതിൽ ന്യായപ്രമാണം പറയും നീ പാപിയാണ്, നീ ശപിക്കപ്പെട്ടവനാണ്, നീ തോറ്റുപോയി, നീ ഒരു പരാജയമാണ്, നിന്റെ മേൽ ശാപമുണ്ട്, നീ തെറ്റ് ചെയ്താൽ ഈ ശാപമൊക്കെ നിന്റെ മേൽ വരും. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവനൊരു പരാജയമാണ്. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ഞാനിപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ആ വലിയ ശിക്ഷയുടെ കീഴേ അല്ല. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. എന്നിട്ട് 3:14 അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരുന്നു. ശാപം യേശു ഏറ്റെടുത്തു. എന്നിട്ട് ന്യായപ്രമാണത്തിലുള്ള അനുഗ്രഹം മുഴുവനും യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പാപവും ശാപവുമായ കുറെ നിയമങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചിട്ട് ന്യായപ്രമാണത്തിൽ പറയുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും മാത്രം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ശപിക്കപ്പെട്ടവരല്ല, നാം പാപികളല്ല, നാം രോഗികളല്ല, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. 1 പത്രോസ് 3:9 പോലെ
നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് ദൈവവചനം വായനയും പഠനവും തരികയാണ്. ഇന്നിത് കേൾക്കുന്ന നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അനുഭവിക്കേണ്ട ഒന്നാണ് അനുഗ്രഹം. ഇന്ന് വരെ നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല അനുഗ്രഹം കണ്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ അവകാശമാണ്, നല്ല ഒരു അവകാശമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെൻറ് വന്നു. ഇപ്പോൾ വിജയ് എന്ന ആ സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ് ഇപ്പോഴേ ഭയങ്കര നന്മകൾ കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് 1000 രൂപ അക്കൗണ്ടിലെത്തി. ആരുടെയെങ്കിലും അക്കൗണ്ടിലെത്തിയില്ലെങ്കിൽ അവരെന്ത് പറയും? അത് എൻ്റെ അനുഗ്രഹമാണ്. പുതിയ ഗവൺമെൻറ്. ഇതുപോലെ യേശു ഒരു പുതിയ ഗവൺമെൻറ്റാണ്. പഴയ ഗവൺമെൻറ്റാണ് ന്യായപ്രമാണമെങ്കിൽ ഇതാ യേശു സ്ഥാപിച്ച പുതിയ നിയമം, പുതിയ ഗവൺമെൻറ്. ഇതാ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ, അദ്ദേഹം കൊണ്ടുവരുന്ന പുതിയ കാര്യങ്ങൾ, എത്രയോ നന്മകളാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും ഒത്തിരി പുരോഗതികൾ കൊണ്ടുവന്നു. എന്നാൽ VD സതീശൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ തന്നെ കേരളത്തെ വിജയിപ്പിക്കുന്ന വലിയ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തു. അത് കേരള ചരിത്രത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ പദ്ധതികൾ കേരള ചരിത്രത്തിൽ അടിമുടി മാറ്റുമെന്നും അത് കേരളത്തെ ഇന്ത്യയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും നമുക്ക് വിശ്വസിക്കാം. യേശു കർത്താവ് മുഖാന്തരവും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ യേശു ക്രിസ്തുവിലുള്ളവരാണോ? യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ? യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. യേശുവിലാണോ നിങ്ങൾ? യേശു നിങ്ങളിലുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വൻ കാര്യങ്ങളായിരിക്കും, വലിയ പ്രതീക്ഷകളായിരിക്കും. നിങ്ങൾക്ക് ഒരു പരാജയ കാര്യം ചെയ്യാൻ കഴിയില്ല. വിജയം കൈവരിക്കാൻ കഴിയും, ഉയർച്ചകൾ പ്രാപിക്കാൻ കഴിയും. വലിയ വിജയങ്ങളെല്ലാം വേദപുസ്തകത്തിൽ നിന്നാണ് വരുന്നത്. വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയാണ് അദ്ദേഹം കൂടുതൽ സമയം കുഞ്ഞുനാളിൽ ചെലവഴിച്ചത്. വല്യമ്മച്ചി വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നു. ബൈബിളിലെ ഓരോ വാക്യവും കാണാതെ പഠിപ്പിക്കുമായിരുന്നു. ആ വാക്യങ്ങളൊക്കെ തന്നെ ഒരു ജയത്തിൻ്റെ ഭൂമിയിലേക്ക് നയിച്ചു. ഇതാ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും, അദ്ദേഹത്തിൻ്റെ അനവധി പ്രസംഗങ്ങൾ തന്നെ കിടപ്പുണ്ട്. അദ്ദേഹം എഴുതിയ ബൈബിളിലെ പുസ്തകങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ്! 121 സങ്കീർത്തനവും 23 സങ്കീർത്തനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രസംഗങ്ങളാണ്. ദൈവവചനവുമായി നല്ല ബന്ധമുള്ളൊരു വ്യക്തിക്ക് കേരളത്തെ നന്നായിട്ട് ഭരിക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് മുഖ്യമന്ത്രിമാർക്ക് വേണ്ടിയുള്ളതല്ല, ഓരോ വ്യക്തികൾക്കും. കർത്താവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരത്ഭുതമാണ്, ഒരനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പുതിയ ദിവസം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളെയും നിസ്സാരമായിട്ട് ഓവർകം ചെയ്ത്, പാപത്തെ അമർച്ച ചെയ്ത് അനുഗ്രഹങ്ങളെ മുഴുവനും സ്വീകരിക്കുവാൻ ശക്തിയുള്ളതിനായി നന്ദി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. കടന്നു പോകുന്ന എല്ലാ വിഷയത്തിലും ജയമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നാളെ നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ നിങ്ങൾ പ്രാപിക്കണം. ഗോഡ് ബ്ലെസ് യു. മാത്രമല്ല, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അമേരിക്കയിലെ എൻ്റെ യാത്രകളും മീറ്റിങ്ങുകളും എല്ലാം അനുഗ്രഹമാകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.
നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി.